Dear students, welcome back to my channel. Homework classന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ബേസിക് സയൻസ് ആണ്. ബേസിക് സയൻസിലെ 9ാമത്തെ യൂണിറ്റ് ആയ ബഹിരാകാശം വിസ്മയങ്ങളുടെ ലോകം, സ്പേസ് എ വേൾഡ് ഓഫ് വണ്ടേഴ്സ്. ഈ ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് വിക്ടേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ബഹിരാകാശം എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് അയക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് നമ്മൾ ഉപഗ്രഹങ്ങളെ അയക്കാറ് അല്ലേ? അതിൽ ചില ആവശ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മത്സ്യസമ്പത്ത് കണ്ടെത്തുന്നതിന്, അതുപോലെ തന്നെ കാലാവസ്ഥാ പഠനം, വനഭൂമികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനം, കര, സമുദ്ര, വ്യോമ ഗതാഗതങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകൽ, അതുപോലെ തന്നെ ബഹിരാകാശ ഗവേഷണം, സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾ, വാർത്താവിനിമയം, അതായത് നമ്മുടെ TV, റേഡിയോ, അതുപോലെയുള്ള മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റൊക്കെ, അതുപോലെ തന്നെ ഭൂവിഭവങ്ങൾ, പെട്രോളിയം, ധാതുലവണങ്ങൾ, ഇവ എവിടെയാണെന്ന് കണ്ടെത്തുക. ഇത്തരത്തിലുള്ള ഒരുപാട് ആവശ്യങ്ങൾക്ക് നമ്മൾ ഇന്ന് ഉപഗ്രഹങ്ങളെ ആശ്രയിക്കുന്നുണ്ട് അല്ലേ? ഇതിൽ ചിലതൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഇപ്പോൾ കാലാവസ്ഥയൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ? ഈ ദിവസങ്ങളിൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചൂട് കൂടാൻ സാധ്യതയുണ്ട്, ന്യൂനമർദ്ദം എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ട് അല്ലേ? അതേപോലെ തന്നെ ബഹിരാകാശത്ത് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? ഇത്തരത്തിലുള്ള പഠനങ്ങൾക്കെല്ലാം വേണ്ടി ഈ കൃത്രിമമായിട്ടുള്ള ഉപഗ്രഹങ്ങളെയാണ് ഓരോ രാജ്യങ്ങളും ആശ്രയിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനൊക്കെയാണ്? ടു ഐഡൻറ്റിഫൈ ഫിഷറി റിസോഴ്സസ്, ക്ലൈമറ്റോളജി, സ്റ്റഡി ഓഫ് ഫോറസ്റ്റ് ലാൻഡ്സ് ആൻഡ് വെറ്റ്ലാൻഡ്സ്, ടു പ്രൊവൈഡ് ഗൈഡ്ലൈൻസ് ഫോർ ലാൻഡ്, സ്പേസ് റിസർച്ച്, മിലിറ്ററി ഡിഫൻസ് ആക്ടിവിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ, അതായത് TV, റേഡിയോ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്, ഐഡൻറ്റിഫൈയിങ് ലാൻഡ് റിസോഴ്സസ് ലൈക്ക് പെട്രോളിയം ആൻഡ് മിനറൽസ്. ഓക്കെ, ഇനി ഇന്ത്യ വിക്ഷേപിച്ച ഒരു ഉപഗ്രഹമാണ് ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് ആര്യഭട്ട. 1975. ആര്യഭട്ട ഇന്ത്യസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഇൻ 1975. അമേരിക്കയുടെ ആദ്യത്തെ ഉപഗ്രഹ വിക്ഷേപണം നടന്നത് 1958. ദ ലോഞ്ചിങ് ഓഫ് അമേരിക്കാസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് 1958. അതുപോലെ തന്നെ ലൈക്ക, ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ജീവിയാണ് ലൈക്ക. സോവിയറ്റ് യൂണിയൻ 1957 ഒരു നായയാണ് അതിനെ അയച്ചത്. ലൈക്ക, ദ ഫസ്റ്റ് ക്രിയേച്ചർ ഫ്രം എർത്ത് ടു റീച്ച് സ്പേസ്, സോവിയറ്റ് യൂണിയൻ ഇൻ 1957. ഇനി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്നത്? അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വിക്ഷേപണ വാഹനങ്ങൾ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലോഞ്ചിങ് വെഹിക്കിൾസ്. അപ്പോൾ ബഹിരാകാശത്ത് കൃത്രിമ ഉപഗ്രഹങ്ങളെ അല്ലെങ്കിൽ മനുഷ്യനെയും ഒക്കെ ബഹിരാകാശത്ത് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് റോക്കറ്റുകൾ അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റോക്കറ്റ് വിക്ഷേപണം നടത്തി എന്നൊക്കെ പറയും അല്ലേ? റോക്കറ്റുകൾ ദീപാവലിക്കും വിഷുവിനും ഒക്കെ നിങ്ങൾ കത്തിച്ചുവിടുന്ന ചെറിയ റോക്കറ്റുകൾ കണ്ടിട്ടില്ലേ? നമ്മളെ മാതൃക, അത് തന്നെയാണ് ഇതിൻ്റെ ഒരു മാതൃക എന്ന് പറയുന്നതും. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, സാറ്റേൺ 5. മനുഷ്യൻ ഇന്ന് വരെ നിർമ്മിച്ചതിൽ റോക്കറ്റുകളിൽ ഏറ്റവും വലുതാണ് സാറ്റേൺ 5. ഓക്കെ, അപ്പോൾ എന്താണ് ലോഞ്ചിങ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ? we need to send artificial satellites and humans to space for space study. Rockets are the launching vehicles used for these purposes. ഇപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ലോഞ്ചിങ് വെഹിക്കിൾസ് ആണ് റോക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ സാറ്റേൺ 5 ഓർത്ത് വയ്ക്കുക. ഇനി മുകളിലേക്ക് എറിയുന്ന കല്ല് താഴേക്ക് വരുന്നത് നിങ്ങൾ കാണാറില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ കല്ല് താഴേക്ക് വരുന്നത്? ഭൂമിയുടെ ആകർഷണം മൂലമാണ് അല്ലേ? ഈ ആകർഷണത്തെ അതിജീവിച്ചുകൊണ്ട് മനുഷ്യനെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കുക എന്നതാണ് റോക്കറ്റുകളുടെ മുഖ്യധർമ്മം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഭൂമിയിൽ നിന്നും വിടുന്ന എന്തൊരു വസ്തുവാണെങ്കിലും അത് ഭൂമിയിലേക്ക് തന്നെ വരാനുള്ള ഒരു ആകർഷണ ശക്തി ഭൂമിക്കുണ്ട് അല്ലേ? അതുകൊണ്ടാണ് ഇപ്പം മാവിൽ നിന്നും ഞെട്ടറ്റ് വീഴുന്ന ഒരു മാങ്ങ താഴേക്ക് വീഴുന്നത്, അല്ലെങ്കിൽ നമ്മൾ മുകളിലേക്ക് എറിയുന്ന കല്ല് താഴേക്ക് തന്നെ വരുന്നത് എന്തുകൊണ്ടാണ്? ഭൂമിയുടെ ആകർഷണം മൂലമാണ്. എന്നാൽ നമ്മൾ വിടുന്ന റോക്കറ്റ് അതുപോലെ താഴേക്ക് വരാൻ പാടുണ്ടോ? ഇല്ല അല്ലേ? അത് പുറത്തേക്ക് പോകണം. അപ്പം അങ്ങനെ ഒരു ദൗത്യമാണ് റോക്കറ്റുകൾ ചെയ്യുന്നത്. You have seen that a stone thrown up comes down. This is because the earth attracts the
stone. The primary function of rocket is to take humans and satellites to space, overcoming the gravitational pull of the earth. Okay. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ബഹിരാകാശ സഞ്ചാരികളെയാണ്. അപ്പം ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ള ബഹിരാകാശ സഞ്ചാരികൾ. അപ്പം ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? രാകേഷ് ശർമ്മ. അദ്ദേഹത്തിനു പുറമെ കൽപ്പന ചൗള, സുനിത വില്യംസ് എന്നീ ഇന്ത്യൻ വംശജരും ബഹിരാകാശത്ത് പോയിട്ടുണ്ട്. തൻ്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടയിൽ കൊളംബിയ സ്പേസ് ഷട്ടിലിനുണ്ടായ അപകടത്തിൽപ്പെട്ട് കൽപ്പന ചൗള ദാരുണമായി മരണമടഞ്ഞു. സുനിത വില്യംസിന് 2 ലോക റെക്കോർഡുകൾ ഉണ്ട്. ഇതുവരെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം കഴിച്ചുകൂട്ടിയ വനിത, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്നിവയാണ് ആ റെക്കോർഡുകൾ. ഇപ്പോൾ കൽപ്പന ചൗളയെക്കുറിച്ച് നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും അല്ലേ? വാർത്തകളിലും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മാഗസിനുകളിലൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. കൽപ്പന ചൗള ഒരു ബഹിരാകാശ സഞ്ചാരിയായിരുന്നു. അവർ ഇന്ത്യൻ വംശജയാണ്, പക്ഷേ US-ലാണ്, അമേരിക്കയ്ക്ക് വേണ്ടിയാണ് അവർ പോയത്. അപ്പോൾ തൻ്റെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രയിൽ അവർ സഞ്ചരിച്ച കൊളംബിയ എന്ന ആ സ്പേസ് ഷട്ടിലിനുണ്ടായ അപകടത്തിൽപ്പെട്ട് കൽപ്പന ചൗള മരിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ സുനിത വില്യംസിന് 2 ലോക റെക്കോർഡുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം കഴിച്ചുകൂട്ടിയ വനിത, അതുപോലെ തന്നെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത. ഇതാണ് അവരുടെ ചിത്രം. രാകേഷ് ശർമ്മ, കൽപ്പന ചൗള ആൻഡ് സുനിത വില്യംസ്. Don't you know that the first Indian who conducted space journey is Rakesh Sharma? Besides him, people of Indian origin like Kalpana Chawla and Sunita Williams have also gone to space. During her second space flight, Kalpana Chawla was tragically killed in an accident that occurred due to Space Shuttle Columbia. Sunita Williams holds 2 world records to her credit as the woman who has spent the longest time in space and the woman who walked for the longest time in space. ഓക്കെ, അപ്പോൾ 2 റെക്കോർഡ്സ് ആണ് സുനിത വില്യംസിന് ഉള്ളത്. ഇനി ചന്ദ്രനിൽ ആദ്യമായിട്ട് മനുഷ്യൻ കാലുകുത്തിയ സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നീൽ ആംസ്ട്രോങ്, അതുപോലെ തന്നെ മൈക്കൽ കോളിൻസ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ, ഇവർ 3 പേരുമാണ് ചന്ദ്രനിൽ ആദ്യമായിട്ട് പോയത്. മനുഷ്യൻ ഇന്നേ വരെ കാലുകുത്തിയ ഏക അന്യഗോളം ചന്ദ്രനാണ്. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ എന്നിവർ 1969 ജൂലൈ 21 ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങി. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ അപ്പോളോ 2 എന്ന ബഹിരാകാശ വാഹനമാണ് ഇതിന് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ്? നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൽഡ്രിൻ അല്ലേ? ഇവർ ബഹിരാകാശത്ത് ഇറങ്ങിയ ഡേറ്റ് 1969, ചന്ദ്രനിൽ ഇറങ്ങിയത് കേട്ടോ 1969 ജൂലൈ 21. അവരുപയോഗിച്ച വാഹനം അപ്പോളോ 2. മൈക്കൽ കോളിൻസ് എന്ന സഞ്ചാരിയും വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ട് ഈ യാത്രയിൽ കൂടെയുണ്ടായിരുന്നു. മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയതിൻ്റെ വാർഷിക ദിനമായ ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിക്കുന്നു. ആദ്യ ചന്ദ്രയാത്രയ്ക്ക് ശേഷം വീണ്ടും 5 തവണ മനുഷ്യൻ ചന്ദ്രനിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര പ്രാവശ്യം പോയിട്ടുണ്ടാകെ? 5 തവണ വീണ്ടും പോയെന്നാണ് പറയുന്നത്. Humans being on the moon. The moon is the only other celestial body on which human beings have laid their foot on. The Americans Neil Armstrong and Edwin Buzz Aldrin were the first to land on the moon on 21st July 1969. The spacecraft Apollo 2 of the American Space Agency NASA was used for this. അപ്പോൾ എന്നാണ് അവർ പോയത്? 21st July 1969 ആണ്. ആരൊക്കെയാണ് പോയത്? നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബസ് ആൽഡ്രിനും അതുപോലെ തന്നെ അവരുടെ കൂടെ മറ്റൊരാളും കൂടെ ഉണ്ടായിരുന്നു, the astronaut Michael Collins, who accompanied them controlling the flight of the vehicle. July 21st, the anniversary of the day humans first laid their foot on the moon, is celebrated as the Moon Day. After the first journey to the moon, human beings have made 5 more journeys to the moon. Okay, അപ്പോൾ മാൻ ഓൺ ദ മൂൺ എന്ന നിലയിൽ ഒരു ചിത്രം തന്നിട്ടുണ്ട്. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ചിത്രമാണ് ഇത്. ഇനി ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടങ്ങളെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. ബഹിരാകാശ രംഗത്ത് ഇന്ത്യയും ബഹിരാകാശ ഗവേഷണ രംഗത്ത് അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ
ISRO ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. നമ്മുടെ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കമിട്ട വിക്രം സാരാഭായ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഓരോ രാജ്യങ്ങളുടെയും ബഹിരാകാശ ഏജൻസികളുടെ പേരാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇന്ത്യയുടേത് ISRO, USA-യുടേത് നാസ, യൂറോപ്പിൻ്റെ ESA, ജപ്പാന്റെ JAXA, റഷ്യയുടെ RSA, ചൈനയുടെ CNSA. ഓക്കെ, ആദ്യകാലത്ത് നമ്മുടെ ഉപഗ്രഹങ്ങൾ വിദേശ സഹായത്തോടെയാണ് വിക്ഷേപിച്ചിരുന്നത്. എന്നാൽ ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് വിസ്മയാവഹമായ ഒരു മുന്നേറ്റമാണ് ഇന്ന് PSLV, GSLV റോക്കറ്റുകളുടെ സഹായത്തോടെ നാം നേടിയിരിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾക്കായി ഒട്ടേറെ ഉപഗ്രഹങ്ങൾ നാം വിക്ഷേപിച്ചിട്ടുണ്ട്. ഓക്കെ, അവയുടെ ധാരാളം സേവനങ്ങൾ നമുക്കിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ റോക്കറ്റുകൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത്? PSLV, GSLV തുടങ്ങിയ റോക്കറ്റുകളുടെ സഹായത്തോടെയാണ് ഇന്ത്യ ഇന്ന് വിക്ഷേപണം നടത്തുന്നത്. ഓക്കെ, India in space. India is also advancing very fast in the field of space research. Our space research agency ISRO has been providing leadership in this regard. Vikram Sarabhai, who initiated our space programs, is known as the father of Indian space programs. Okay, initially our satellites were launched with foreign help. However, today we have achieved wonderful progress in the field of satellite launching with the help of PSLV and GSLV rockets. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് PSLVയും GSLVയുമാണ്. We have launched many satellites for different purposes. Today we get many services from them. Okay. വാർത്താവിനിമയത്തിന് നാം ആശ്രയിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇൻസാറ്റുകൾ. ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവയാണ് IRS ഉപഗ്രഹങ്ങൾ. വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി നാം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്, ഇൻസാറ്റ് തുടങ്ങിയവ. IRS പരമ്പരകളിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഒട്ടേറെ ഉപഗ്രഹങ്ങൾ നാം വിക്ഷേപിച്ചിട്ടുണ്ട്. ഓക്കെ, ദ സാറ്റലൈറ്റ് വി depend on for communication are the INSAT series. IRS satellites are used for needs like study of earth resources, study of weather, etc. EduSat is the satellite we use for educational purposes. We have launched many satellites for various purposes in the IRS and INSAT സീരീസ്. ഓക്കെ, അപ്പോൾ വാർത്താവിനിമയത്തിന് ഉപയോഗിക്കുന്നത് ഇൻസാറ്റുകളാണ് അല്ലേ. ഇനി ഭൂവിഭവ പഠനം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്താണ് അതിന് പറയുന്നത്? എർത്ത് റിസോഴ്സസ്, സ്റ്റഡി ഓഫ് എർത്ത് റിസോഴ്സസ്. അതുപോലെ തന്നെ കാലാവസ്ഥാ പഠനം അല്ലേ, അല്ലെങ്കിൽ വെതർ, സ്റ്റഡി ഓഫ് വെതർ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് IRS ആണ്. വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എഡ്യൂസാറ്റ് ആണ്. പിന്നെയോ ഇൻസാറ്റ്, IRS തുടങ്ങിയ പരമ്പരകളിൽ ഒട്ടേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇന്ത്യയുടെ വളരെ അഭിമാനകരമായൊരു നേട്ടമാണ് ചന്ദ്രയാൻ. എന്തായിരുന്നു ചന്ദ്രയാൻ? ഇന്ത്യയുടെ ചന്ദ്രപര്യവേക്ഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ഓക്കെ, ഇന്ത്യയുടെ പ്രഥമ ചന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 1 2008 ഒക്ടോബർ 22 വിക്ഷേപിക്കപ്പെട്ടു. ഇന്ത്യയുടെ ആദ്യ ചന്ദ്രദൗത്യം തന്നെ തിളക്കമാർന്ന വിജയം കണ്ടു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയാനാണ്. ചന്ദ്രയാൻ 2 ചൊവ്വ ദൗത്യമായ മംഗൾയാൻ, സൗരദൗത്യമായ ആദിത്യ എന്നിവയും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളിൽ പെടുന്നു. ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ പദ്ധതികളിൽ നാളെ നിങ്ങളും പങ്കാളികളായേക്കാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പദ്ധതികളാണ്? ചന്ദ്രയാൻ 1 2008 നടന്നത്. അതിൻ്റെ പുറകെ ചന്ദ്രയാൻ 2, പിന്നെ ചൊവ്വ ദൗത്യമായ മംഗൾയാൻ, സൂര്യനെക്കുറിച്ച് പഠിക്കാൻ സൗരദൗത്യമായ ആദിത്യ. ഇതൊക്കെ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികളാണ്. ചന്ദ്രയാൻ, ദ പ്രൈഡ് ഓഫ് ഇന്ത്യ. Chandrayaan is India's moon exploration program. Chandrayaan India's first mission to moon was launched on 2nd October 2008. We can be proud that the very first Chandrayaan mission of India achieved remarkable success. The presence of water on the moon was detected by Chandrayaan. Chandrayaan 2, Mangalyaan, the mission to Mars, Aditya, the solar mission, etc. belong to the space programs of India. Who knows, tomorrow you may also be a part of India's future space programs. Okay,
അപ്പോൾ നിങ്ങൾക്കും ഭാവിയിൽ ഇതുപോലെ ബഹിരാകാശ പഠനങ്ങളിലും ബഹിരാകാശ ഗവേഷണ രംഗത്തേക്കുമൊക്കെ തിരിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ അധ്യായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് കുറേ തുടർ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. അതായത് വിലയിരുത്താം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പ്രവർത്തനങ്ങളും അതുകൂടാതെ വേറെ പ്രവർത്തനങ്ങളും തന്നിട്ടുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആ ക്ലാസ്സും കാണുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.